എന്ന് നമുക്ക് നൈസായിട്ടൊരു പണിയിട്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഒരു സൈഡ് പഞ്ചറായിട്ടുണ്ട്. അപ്പൊ രാവിലെ മുതൽ ഞാൻ പോകുമ്പോൾ നമ്മുടെ വാർണിംഗിൽ കാണിക്കേണ്ട ഒരു സൈഡിൽ എയർ കുറവാന്നുള്ളത്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ മാസം ഒരു ക്ലയന്റിന്റെ അടുത്ത് പോയപ്പോൾ ഞാൻ കച്ചയിൽ കൊണ്ട് പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സംഭവം ശരിക്കും അങ്ങോട്ട് താന്നു. നമ്മൾ ഫുള്ള് വണ്ടി 4 വീലാണ്, പക്ഷെ എനിക്ക് 4 വീലിട്ട് ഓടിക്കാൻ എനിക്ക് അറിയില്ല. അപ്പൊ ഈ സംഭവം ഞാൻ കുറെ റേസ് ചെയ്ത് വണ്ടി കിടന്ന് കറങ്ങി നല്ലതായിട്ട് എന്തോ ഒരു ആണി കുത്തി കയറിണ്ടായിരുന്നു. ആന ഉണ്ടെങ്കിൽ കാണണ്ട, ആനയുടെ ഫ്രണ്ടിൽ കുറെ ഉണ്ടായിരുന്നു ആഴത്തിൽ. പക്ഷെ ഓടി തേഞ്ഞിട്ട് മൊത്തം തേഞ്ഞ് ലാസ്റ്റ് ഫുൾ ഇത്രയും കൂടി ഉള്ള തീരാനായിട്ട്. അപ്പൊ അത്രയും കൊണ്ട് ഞാൻ ഓടിക്കായിരുന്നു. എനിക്ക് സംഭവം 2 വീലർ സ്റ്റെയറാന്ന് എനിക്ക് അറിയാം, പക്ഷെ എന്നാലും ഇത് എന്തോരം ഓടുന്ന അറിയാൻ വേണ്ടി ഞാൻ വെച്ചോണ്ടിരുന്നതാ. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ എയർ കുറവായിട്ട് ഞാൻ രാവിലെ ഒന്ന് എയർ അടിച്ചു. ഉച്ചയായപ്പോൾ ഫുള്ള് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു കൊണ്ട് പഞ്ചർ ഒട്ടിച്ചേക്കാം, ഇതില്ലെങ്കിലും കിടന്ന് ഓടും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ഇട്ട് ഓടിച്ചു കേട്ടോ. അങ്ങനെ പഞ്ചർ ഒട്ടിക്കാൻ ചെന്നിട്ടുള്ള സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീന പുള്ളി അത് പുറത്തെടുത്ത് പിന്നെ ഒരു തിരിവുള്ള സംഭവം കുത്തി കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ആള് പറഞ്ഞു ഓക്കെ ഇനി കുഴപ്പമൊന്നുമില്ല സെറ്റാന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഇങ്ങനെ അതിശയിച്ച് നോക്കണേ, ഇത്രയും വലിയ ടയറിനകത്ത് ഈ ഒരു ആണി എടുത്തതിന് ശേഷം ഒരു തിരി കുത്തി കയറ്റി കഴിഞ്ഞാൽ എയർ നിൽക്കുമെന്നുള്ളത്. ഞാൻ ഇങ്ങനെ മുമ്പ് വണ്ടിക്കകത്തൊക്കെ എയർ അടിച്ചിട്ടുണ്ടെങ്കിലും കാറിനകത്ത് എയർ അടിക്കുന്നത് ആദ്യം. ഈ സംഭവം താന്നത് ഭയങ്കര ഹിറ്റാണ് കേട്ടോ. വണ്ടി താന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ 2 വീലർ ഡ്രൈവിൽ ഓടിച്ചിട്ട് എന്തിട്ട് വണ്ടി കയറുന്നില്ല. അപ്പൊ ഞാൻ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 4 വീലിട്ട് ഓടിക്കാനും അറിയാൻ പാടില്ല. സംഗതി നമ്മളൊരു ആഗ്രഹത്തിന് പുറത്തെടുത്ത വണ്ടിയാണെങ്കിലും ഇതുവരെ ഒരു 4 വീലർ നമ്മൾ പോയിട്ടില്ല. അങ്ങനെ ഞാൻ ChatGPT ചോദിച്ചായിരുന്നു ഈ 4 വീൽ ഡ്രൈവ് ഉള്ള വണ്ടി എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്ന്. അപ്പൊ ChatGPT പറഞ്ഞ പോലെയാണ് ഞാൻ അന്ന് ഗിയറൊക്കെ മാറ്റി വണ്ടി ഓടിച്ചപ്പോൾ സംഭവം ഭയങ്കര സിമ്പിളായിട്ട്, അതായത് വീലിന്റെ പകുതിയോളം വണ്ടി താന്നായിരുന്നേ. സംഭവം പട എന്ന് പറഞ്ഞോണ്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഒരു ഹരമായി 4 വീൽ ഡ്രൈവിനോട്. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു ക്ലബിലൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് ഇനി പതിയെ ഒന്ന് സ്റ്റാൻഡ് ബൈ ആയിട്ട് പതിയെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത സംഭവത്തിലൂടെ ഒന്ന് ഇറങ്ങിയിട്ട് പതിയെ കുറച്ച് ഓഫ് റോഡ് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല, നടന്നാല് എന്തായാലും ഇതൊരു ഒരു പൊളി ഞാൻ പൊളിക്കും വണ്ടി എടുത്തിട്ട്. ഇനി ഇതിന്റെ ടയറൊക്കെ ഒന്ന് മാറണം. ടയർ ഈ ചെറിയ ടയർ വെച്ച് പോകാൻ ആഗ്രഹമില്ല, വലിയ ടയറൊക്കെ എടുത്തിടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇട്ടതിന് ശേഷം ഒരു പൊളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് മുമ്പ് ഇതിന്റെ ഓഫ് റോഡും കാര്യങ്ങളും എങ്ങനെയാണെന്ന് പഠിക്കണം. ഇനി ഇതിന്റെ കുറെ എയർ കുറച്ചിട്ടാണ് ഓഫ് റോഡ് പോകണമെന്ന് കേട്ടോ. അപ്പൊ എനിക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആള് വഴി നമ്മൾ പതിയെ ഓഫ് റോഡിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഓഫ് റോഡിലുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ഓഫ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, ജോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളായിട്ട് ഇപ്പം കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അമ്മ നാട്ടിൽ പോയ സമയത്താണ് പുള്ളിനെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്യാനോ പുള്ളിയായിട്ടൊരു ഓഫ് റോഡ് ട്രിപ്പ് പോകാനൊന്നും പറ്റിയില്ല. ഇപ്പം അമ്മ വന്നവരും കൊണ്ട് ഇനി ഇവിടെ നിന്ന് തണുപ്പ് നല്ലപോലെ തണുപ്പ് തുടങ്ങിയിട്ട് പൊടിക്കാറ്റൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല തണുപ്പായിരിക്കും ഇനി വരാൻ പോണേ. അപ്പം ആ സമയത്ത് ഫാമിലി ആയിട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മൾ ഒരു കൈ നോക്കും ഓഫ് റോഡിലോട്ട് ഇറങ്ങിയിട്ട് എന്താ അവസ്ഥ എന്നുള്ളത്. നമുക്കറിയണമല്ലോ, ഈ ഇത്ര വലിയൊരു വണ്ടി എടുത്തിട്ട് ഓഫ് റോഡ് പോലും മോശമല്ലേ. അപ്പം ടയറൊക്കെ ഈ ടയർ വെച്ച് ഓടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മൾ ഈ ടയർ വെച്ച് ഓടാൻ പറ്റില്ലെങ്കിൽ വേറെ ടയർ ഇട്ട് ഓടും, അത്ര തന്നെ.